ഹായ് ഹലോ ഇന്ന് നമ്മൾ നല്ല ബ്രെഡ് പൊട്ടാറ്റോ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ബ്രെഡ് വേണം, ഇതുപോലെ സവാള എരിഞ്ഞതും ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതും മല്ലിയില. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്കിത്. ഇനി നമുക്ക് ഈ നമ്മുടെ ഉരുളൻകിഴങ്ങിനെ ഒട്ടും തന്നെ തരിയോ പൊടിയോ ഇല്ലാത്ത വണ്ണം നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് പൊടിച്ചെടുക്കണേ. കാരണം ഇത് നമുക്ക് ബ്രെഡിൽ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കനത്തിലെടുക്കേണ്ട ഒരു സാധനമായതുകൊണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത വണ്ണം നമ്മൾ സ്മാഷർ വെച്ചോ കൈ ഉപയോഗിച്ചോ ഒക്കെ നമുക്കൊന്ന് ഉടച്ച് എടുത്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇത് നന്നായി ഉടച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരുപാടൊന്നും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കാനില്ല. ഒരുപാട് സ്പൈസസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സാധനമാണ്. ഇത് ഉടഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല തന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ ശ്രദ്ധിക്കണം, കാരണം അതാണ് അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവറും ശരിക്കുള്ള ടേസ്റ്റും തരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ചാറ്റ് മസാലയും കൂടെ ചേർത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ മിക്സ് ചെയ്യാൻ ഞാൻ നമ്മുടെ സ്മാഷർ ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നും നടന്നില്ല. അപ്പോൾ നമ്മളുടെ കൈ തന്നെയാണ് മിക്സ് ചെയ്യാൻ ഏറ്റവും നല്ല ആയുധം. അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കൈ വെച്ച് നല്ല വൃത്തിയായിട്ട് അതിനെ ഒന്ന് ഉടച്ച് നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില അതിലേക്ക് ഇട്ടില്ലല്ലോ എന്ന്. അത് കുഴപ്പമില്ല, മല്ലിയില നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് കുഴച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ അതിനെ ഒന്ന് കുഴച്ച് ഇനി ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നമ്മൾ അതിനെ ഒന്ന് പൊടിയെല്ലാം കളഞ്ഞ് കുഴച്ച് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അതിനെല്ലാം കുഴച്ച് മാറ്റി ഈ രൂപത്തിലാക്കി മാവെല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റേത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 4 മുട്ടയും മുട്ടയിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് അടിച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ച് നല്ലൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത്. കട്ടിയായി പോയാൽ ബ്രെഡ് മുക്കുമ്പോൾ വലിയൊരു കോട്ടിംഗ് ആയിട്ട് വരും, അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഉരുളൻകിഴങ്ങ് ഇതുപോലെ ബ്രെഡിലേക്ക് നല്ല കട്ടിക്ക് തന്നെ അങ്ങോട്ട് തേച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് തന്നെ മുറിച്ചെടുക്കാവേ. ഞാനിപ്പോൾ അതിനെ നെടുവേ കീറിയാണ് എടുത്തത്. ഇനി നമുക്കിതിനെ എണ്ണയും മുക്കി വറുത്ത് കോരി പൊരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വെന്തതാണ്. ഇനി നമ്മൾ മുക്കുന്ന മുട്ട മാത്രമേ ഉള്ളൂ ഒന്ന് വെന്ത് കിട്ടാൻ. അതിന് നമുക്ക് പാനിലേക്ക് ഒരു ശകലം നെയ്യ് ഒഴിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ തേണ്ട ഇത്രയും നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളുടെ മുട്ടയും പാലും കലക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളുടെ ഈ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡും കൂടെ മുക്കി നമ്മളുടെ പാനിലേക്ക് ഓരോരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് പാലും ബ്രെഡും കൂടെ നമ്മളിങ്ങനെ മുക്കുന്നതായതുകൊണ്ട് അത് തിരിച്ചിടുമ്പം പൊടിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളതിനേതാണ്ട് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ വൃത്തിയായിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കുവാണ്. അപ്പം ഇത് മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ബ്രൗൺ കളറിൽ, അതിൻ്റെ കളർ മാത്രമല്ല അതിനെ കാണാൻ മാത്രമല്ല ശരിക്കും ഇത്രയും രുചി ഇതിലുണ്ടാകുമെന്ന് ഞാൻ ഉണ്ടാക്കുമ്പം വിചാരിച്ചതില്ല. ഞാനും ആദ്യമായിട്ട് തന്നെ ട്രൈ ചെയ്തതാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമുക്കിത് 4 മണി പലഹാരമായിട്ടോ ഡിന്നറായിട്ടോ, ഞാനിത് രാത്രി ഡിന്നറായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇച്ചിരി ഏറെ ഉണ്ടാക്കി, എല്ലാവരുടെയും വയറ് നിറയണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.